രാജ്യാന്തര അവയവക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണി കൊച്ചിയിൽ പോലീസിന്റെ പിടിയിലായി. തൃശൂർ സ്വദേശി സബിത് നാസറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ആളുകളെ ഇറാനിലെത്തിച്ചാണ് ഇയാൾ ഉൾപ്പെട്ട സംഘം അവയവ വ്യാപാരം നടത്തിയിരുന്നത്. നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഇന്നുച്ചയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രതി പിടിയിലാകുന്നത്. പ്രതിയെ സംശയം തോന്നിയ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. അവയവക്കടത്തിന് ആളുകളെ കൊണ്ടുപോയി തിരികെ വരും വഴിയാണ് അറസ്റ്റ്. നിർധനരായ ആളുകൾക്ക് വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇറാനിലെത്തിച്ചാണ് പ്രതി അവയവ കച്ചവടം നടത്തിയിരുന്നത്. ഇറാനിൽ വെച്ച് അവയവം കവർന്ന ശേഷം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തുകയ്ക്ക് മറിച്ചു വിൽക്കുകയാണ് രീതി. നിരവധി പേരെ ഇത്തരത്തിൽ പ്രതി ഇറാനിലെത്തിച്ച് അവയവം കവർന്നെന്നാണ് വിവരം. രാജ്യാന്തര റാക്കറ്റിലെ പ്രധാന ഏജന്റാണ് പിടിയിലായ സാബിത്ത് എന്ന് പോലീസ് പറയുന്നു. പ്രതിക്കെതിരെ IPC 370, അവയവക്കടത്ത് തടയൽ നിയമം 19 പ്രകാരമുള്ള വകുപ്പുകൾ എന്നിവ ചുമത്തിയിട്ടുണ്ട്. അത് ജസ്റ്റ് വളരെ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതുകൊണ്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല. അതേസമയം പ്രതിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പാലക്കാട്, തൃശൂർ ഭാഗങ്ങളിലുള്ള നിരവധി പേരാണ് ഇരകളായത്. അവയവ വ്യാപാരത്തിന്റെ തെളിവുകൾ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 24 കൊച്ചി. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇതിൽ ഒട്ടേറെ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്താനുണ്ട്. അതായത് എത്ര കാലമായി ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നു, എവിടെയെല്ലാം കേന്ദ്രീകരിച്ചാണ്, ആരെയൊക്കെ ഇരകളാക്കിയിട്ടുണ്ട്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിലുമാണ്. ഇരകളുടെ മൊഴിയെടുക്കാനൊക്കെയുള്ള അന്വേഷണത്തിൽ പോലീസ് പാലക്കാട്ടേക്കൊക്കെ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇതിൽ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഈ കേസ് നമ്മൾ കരുതിയതിനുമൊക്കെ അപ്പുറത്ത് വളരെ ഗൗരവമുള്ള കേസാണ്. കാരണം നേരത്തെ കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇത്തരത്തിൽ അവയവം വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയ ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതി കണ്ടുവരുന്നു. അതിൽ നിരീക്ഷണം വേണം, ഇതായിരുന്നു നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ എയർപോർട്ടുകളിലും ഇമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥരാണ് അതിൽ പ്രധാനമായും ജോലി ചെയ്യുന്നത്. അവർ നിരീക്ഷണം ശക്തമാക്കി. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ ഇറാനിൽ പോയി തിരികെ എത്തിയ ഈ സാബിത് നാസർ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ടായത്. ഇന്ന് ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. പ്രതിയെ സംശയം തോന്നി എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു. അവയവക്കടത്തിന് ആളെ കൊണ്ടുപോയ ശേഷം തിരികെ വരുമ്പോഴായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായത്. നിർധനരായ ആളുകൾക്ക് വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം നൽകി കുവൈറ്റിൽ എത്തിച്ച് അവിടെ നിന്നും ഇറാനിലേക്ക് കൊണ്ടുപോയി അവയവം എടുത്ത ശേഷം തിരികെ എത്തിക്കലായിരുന്നു ഇയാളുടെ ജോലി. തുച്ഛമായ ആ പൈസയാണ് ഇവർക്ക് നൽകിയിരുന്നത്. പക്ഷേ ഈ എടുക്കുന്ന അവയവം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയ്ക്ക് ഇയാൾ പിന്നീട് മറിച്ചു വിൽക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. അത് ഇയാൾ മാത്രമല്ല, ഇയാൾ അതിലൊരു ഏജന്റ് മാത്രമാണ്, ഒരു കണ്ണി മാത്രമാണ്. പക്ഷേ നിരവധി ആളുകളെ ഇയാൾ ഇത്തരത്തിൽ ഇറാനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് പോലീസിന് കിട്ടുന്ന വിവരം. ഇതിനോടകം നിരവധി പരാതികൾ കിട്ടിയെന്ന് പോലീസ് പറയുന്നുണ്ട്. പരാതിക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഘട്ടത്തിലാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇയാളുടെ ഫോണിൽ നിന്നും കൃത്യമായ തെളിവുകൾ ഈ കച്ചവടത്തിന് കിട്ടി എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നു. വ്യാപ്തി വളരെ വലുതാണ്. വിവിധ ഏജൻസികൾ അന്വേഷിക്കുന്നുമുണ്ട്. രാജ്യാന്തര അവയവ മാഫിയയിലെ പ്രധാന കണ്ണിയാണ് ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരിയിൽ വെച്ച് പോലീസ് പിടിയിലായത്. FIRന്റെ വിവരങ്ങൾ, ഒപ്പം തന്നെ നിലവിൽ പോലീസ് എന്തൊക്കെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്, പോലീസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു, അതിന്റെ വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകി.